ഹലോ ഫ്രണ്ട്സ്, ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ എല്ലായിടത്തും മാമ്പഴമൊക്കെ കിട്ടും അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം കേട്ടോ. എല്ലാ ഫാമിലി കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സൈഡിലുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂവാണ്ടമാങ്ങയാണ്. ശരിക്കും നമ്മൾ നാട്ടുമാങ്ങ ചെറിയ മാങ്ങയില്ലേ അതെടുക്കാറ് കേട്ടോ. അപ്പം മൂവാണ്ടമാങ്ങ എടുക്കാം, അതും എടുക്കാം. ഇതിന് തോല് കളഞ്ഞ് നമുക്ക് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതൊരു 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. വലിയ മാങ്ങയുണ്ട് 3 എണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളവും ഒരു 4 പച്ചമുളക് കീറിയതും ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. പഴുത്ത മാങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മാങ്ങ വേകുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഒരു ജാറിലേക്കൊരു 6 ചെറിയുള്ളിയും 4 അല്ലി വെളുത്തുള്ളി, ഒരു പിഞ്ച് ചെറിയ ജീരകവും, പിന്നെ വേണ്ടത് അരമുറി തേങ്ങയാണ്. അരമുറി തേങ്ങ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മാങ്ങ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി, ഓവറായിട്ട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് അതിൻ്റെ പച്ച മണമൊന്ന് പോകുന്ന വരെ ഒന്ന് തിളപ്പിച്ചാൽ മതി. ഒരുപാട് തിളപ്പിക്കണ്ട കേട്ടോ. പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് തൈര് ഒഴിക്കുന്നത് കേട്ടോ. എല്ലാ ഫാമിലി കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എങ്കിലും ഞാനിടുന്ന വീഡിയോ ഒക്കെ അപ്പം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മാങ്ങ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം തൈര് ഒഴിച്ചു കൊടുക്കുവാണ്. ഇപ്പം 3 വലിയ മാങ്ങയാണ്, അതിന് 1/2 ലിറ്റർ തൈര് ഒഴിച്ചിട്ടുണ്ട്. അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് കേട്ടോ. ഇപ്പം പുളി ഓവറാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിൽ പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ. അപ്പം മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട്, ഓവർ പുളിയില്ലാത്ത തൈരും ആയതുകൊണ്ട് പഞ്ചസാര ചേർക്കുന്നില്ല. അപ്പം നിങ്ങളെടുക്കുന്ന മാങ്ങയ്ക്ക് പുളിയൊക്കെ ആണെങ്കിൽ ഒരല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും ഒരു പിഞ്ച് ഉലുവയും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചെറിയുള്ളിയും 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് കറിയിലോട്ട് തളിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ മാമ്പഴ പുളിശ്ശേരി കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ എന്തായാലും മാങ്ങയുടെയൊക്കെ സീസൺ ആണല്ലോ. ചോറിന് കൂട്ടാൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. പരീക്ഷിച്ച് നോക്കാതിരിക്കല്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.